Hello friends, welcome back to our channel Amki Diaries. പത്തരയുടെ ഉണ്ടാക്കാൻ ഞങ്ങൾ ആവശ്യത്തിന് ഒരു 6 ഉണ്ടെന്ന് തോന്നുന്നു ചേമ്പിൻ്റെ ഇല എടുത്തു. പിന്നെ അതിനൊന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്യണം. എന്നിട്ട് വാഷ് ചെയ്തതിന് ശേഷം എല്ലാ ചേമ്പിൻ്റെ ഇല ഇങ്ങനെ റോൾ ചെയ്ത് നേർത്ത് കട്ട് ചെയ്തെടുക്കണം. പത്രയുടെ ഞങ്ങൾക്ക് വേറെ വേറെ വെറൈറ്റിയിൽ ഉണ്ടാക്കാം. ഞങ്ങൾക്ക് അതിനെ ഫ്രൈ ചെയ്ത് ഓൾസോ കഴിക്കാം. ഞങ്ങളുടെ ഒരു ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അതുപോലെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അതിന് ഞങ്ങൾ കുറച്ച് സോക്ക് ചെയ്ത് വെച്ച അരി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് പുളി ആഡ് ചെയ്യണം. ബിക്കോസ് അത് ഇലയിൽ ചിലപ്പോൾ ചൊറിച്ചൽ വരാൻ ചാൻസസ് ഉണ്ട്. അതിന് കുറച്ച് കൂടുതൽ തന്നെ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ഇതൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി കൂട്ടി. ഇത് മിക്സൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഇനി ചേമ്പിൻ്റെ ഇല കട്ട് ചെയ്ത് വെച്ചതും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഞങ്ങളൊരു വാഴ ഇലയുടെ എടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്തിട്ടുള്ള വാഴ ഇല ശിവന്യ? വാട്ടിയെടുത്തിട്ടുള്ള. പിന്നെ അതിലേക്ക് ഞങ്ങൾ മിക്സ് ചെയ്ത് വെച്ച പത്രയുടെ ഉണ്ടാക്കാനുള്ള മിക്സ് അതിനെ ഞങ്ങൾ ഫോൾഡ് ചെയ്തു ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പത്രയുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞങ്ങൾക്ക് ഇങ്ങനെയും സ്ലൈസ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കി കഴിക്കാം. ഞങ്ങൾ ഇതിന് മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞങ്ങൾ മസാല ഉണ്ടാക്കിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. പത്രയുടെ മസാല ഉണ്ടാക്കാൻ ഞങ്ങളുടെ തേങ്ങ, വെളുത്തുള്ളി, സവാള, ചുവന്ന മുളക്, പിന്നെ കുറച്ച് മല്ലി, പിന്നെ ജീരകം എടുത്തു മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്ത മസാല പിന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്ത് ഞങ്ങൾക്ക് ഇതിനൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. മസാല തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുക. പിന്നെ കട്ട് ചെയ്ത് വെച്ച പത്രയുടെ അപ്പം ഇതിൽ ആഡ് ചെയ്താൽ പത്രയുടെ റെസിപ്പി റെഡിയാണ്. പത്രയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ വരും വരെ ടാറ്റ ബൈ ബൈ.